ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയാണ്, സ്പെഷ്യൽ ചിക്കൻ കറി. ഇത് ചെറിയുള്ളി മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. കൂടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഈ ചിക്കൻ കറി നമുക്കൊന്ന് പരിചയപ്പെടാം. 8-10 ഏലയ്ക്ക, 1 പീസ് തക്കോലം, 10 ഗ്രാമ്പൂ, 1 പീസ് കറുവപ്പട്ടയും പിന്നെ ഒരു ചെറിയ പീസും, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഇവിടെ ഒരു ഗരം മസാല ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഗരം മസാല കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഇത് 1 കിലോയോളം ചിക്കൻ ഉണ്ട്. ഈ ചിക്കനിൽ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നാരങ്ങ മുറിച്ചതും, 1 നാരങ്ങ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം, അത് പിഴിഞ്ഞ് ഇത് ചിക്കനിൽ മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ നേരം ഇത് ഇളക്കി വെക്കണം. വറുത്ത് വെച്ച തേങ്ങയുടെ കൂടെ കുറച്ച് ചുവന്നുള്ളി കൂടി നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇടുന്നു. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും, ചെറിയുള്ളിയുടെ നിറം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരേക്കും നമ്മൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ചട്ടിയിൽ ഇളക്കി കൊടുക്കുന്നു. മീഡിയം ഫ്ലെയിം മാത്രം ഉപയോഗിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മീഡിയം ഫ്ലെയിമിലായിരിക്കും ചെറിയുള്ളി വഴറ്റുമ്പോൾ നല്ല സ്വാദം ഉണ്ടാവുക. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് നമ്മൾ വറുത്തെടുത്തത്. ആ വറുത്തെടുത്ത ചട്ടിയിലേക്ക് തന്നെ ആ എണ്ണയിലേക്ക് നമ്മൾ 1 കിലോ ചിക്കനാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുക്കിയെടുത്ത 1 കിലോ ചിക്കനാണ്. ഒരുക്കിയെടുത്തതിന് ശേഷമുള്ള തൂക്കമാണ് 1 കിലോ. നമുക്ക് കറി വെക്കാനായിട്ട് നമുക്ക് ഏകദേശം 600 ഗ്രാം ചെറിയുള്ളി തോല് കളഞ്ഞ് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇനി ഇത് ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒരു ഗോൾഡൻ കളറിൽ നിന്നാൽ മതി. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം, പച്ചക്കുത്തല അതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മൊത്തം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഈ ചുവന്നുള്ളിയിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ചിക്കനിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ ചിക്കൻ പീസിലേക്കും കുരുമുളക് പൊടി എത്തുന്നത് പോലെ നന്നായി ഇളക്കുക. ഇതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വന്നോളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇപ്പോൾ ഇനി കറിയിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടി പൊടികളാണ്. പൊടികളിൽ നമുക്ക് മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂണ്, കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഉപയോഗിക്കണം. ഇത്രയും എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണിത്. ഇതാണ് ഇനി നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഈ തുറന്ന ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇത് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ചിക്കൻ്റെ പീസുകൾ ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഇളക്കുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ച് ഇത് ഒന്നുകൂടെ ഇളക്കുന്നു. ചിക്കൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും. ചൂടുവെള്ളം തന്നെ പ്രത്യേകം ഒഴിക്കാനായി ശ്രദ്ധിക്കുക. മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റ് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ഇതിലേക്ക് ഇടാനുള്ള സമയമാണ്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഈ ഗരം മസാല നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇൻസ്റ്റൻ്റായിട്ട്. ഈ മസാല പൂർണ്ണമായി ഇതിലേക്ക് ഇടുന്നു. അതത്രയും കഴിഞ്ഞ് സെറ്റായി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കറി നന്നായി വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇടാം.
ഇതിപ്പോൾ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരത്തോളമായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഓരോരുത്തരുടെ സൗകര്യം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. മല്ലിയില ചേർക്കേണ്ടവർക്ക് മല്ലിയിലയും ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് മല്ലിയില കൂടെ ചേർക്കുമ്പോൾ ഈ ചിക്കൻ കറിയിൽ. ആവശ്യമുള്ളവർ ചേർത്താൽ മതിയാവും, എല്ലാവർക്കും ഒന്നും ചേർക്കാറില്ല. കാണാൻ ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഈ ചിക്കൻ കറി നമുക്ക് ചോറിനോടൊപ്പവും പൂരി, ചപ്പാത്തി, പൊറോട്ട പോലുള്ള എല്ലാ ഭക്ഷണങ്ങൾ കൂടെയും ചേർത്ത് കഴിക്കാവുന്നതാണ്.